വെടിനിർത്തൽ കരാറിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് ഗാസയെ വീണ്ടും പട്ടിണിക്കിടാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇസ്രയേൽ ഉള്ളത്. കൂടാതെ ഉപരോധം ശക്തമാക്കിയും ഡിസലേഷൻ പ്ലാന്റിൽ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന ഗാസ മുനമ്പിലേക്കുള്ള ഏക വൈദ്യുതി ലൈൻ മുറിച്ചും പട്ടിണി അടിച്ചേൽപ്പിക്കാനാണ് ഇസ്രയേൽ കൂടുതലും ലക്ഷ്യമിടുന്നതെന്നും ഖത്തറും ജോർദാനും ആരോപിക്കുകയുണ്ടായി. മാത്രമല്ല ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങളും അതുപോലെ ഇസ്രയേൽ തടയുന്ന നടപടിയാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ആവശ്യ സാധനങ്ങളുമായി എത്തിയ ആയിരക്കണക്കിന് ട്രക്കുകളാണ് അതിർത്തിയിൽ പ്രവേശനാനുമതിക്കായി കാത്തു നിൽക്കുന്നത്. ഈ സാഹചര്യത്തിനിടയിലാണ് ഇസ്രയേലിന് അന്ത്യശാസനവുമായി യമനിലെ ഹൂതികൾ രംഗത്ത് വന്നത്. ഗാസയെ പട്ടിണിക്കിട്ടാൽ ചെങ്കടൽ വെച്ച് തിരിച്ചടിക്കുമെന്നാണ് ഇവർ ഇസ്രയേലിനെതിരെ ഉയർത്തുന്ന പ്രധാന മുന്നറിയിപ്പ്. ഗാസയിലേക്കുള്ള സഹായങ്ങൾ 4 ദിവസത്തിനകം പുനരാരംഭിക്കണം. അത് ചെയ്തില്ലെങ്കിൽ ചെങ്കടലിൽ ഇസ്രയേൽ കപ്പലുകൾ ലക്ഷ്യമാക്കി ആക്രമണം പുനരാരംഭിക്കുമെന്ന മുന്നറിയിപ്പാണ് ഹൂതികൾ മുന്നോട്ട് വെക്കുന്നത്. ഹൂതി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂതി ടെലിവിഷൻ പ്രഭാഷണം വഴിയാണ് ഈ താക്കീത് ഇസ്രയേലിന് നൽകിയിരിക്കുന്നത്. ഇസ്രയേലിനെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന ഭീഷണിയും അവർ ഉന്നയിച്ചു.